തലസ്ഥാന നഗരിയിലെ ദേവസ്വം ബോർഡ് ജംഗ്ഷനാണത്. അവിടുന്ന് കെസ്റ്റൺ റോഡിൽ നിന്ന് വെള്ളാമ്പലത്തിലോട്ടൊക്കെ കയറാം. ആ റൂട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ ബാക്കിൽ ഒരു ലാൻഡ്മാർക്കായിട്ട് സ്റ്റൈൽ പ്ലസ് ഉണ്ട്. ഇവിടെ ഒരു ബ്രാൻഡ് ഫാക്ടറി എന്ന് പറഞ്ഞ ഒരു ഫാക്ടറി ഉണ്ട്. അത് മീൻസ് ഒരു ഷോറൂമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മളിന്ന് കയറാൻ പോകുന്ന ഹോട്ടൽ ഇമ്പീരിയൽ കിച്ചൺ. പേര് കേട്ടും ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഹൈഫൈ ആയിരിക്കാമെന്ന്. എങ്കിലും നമുക്ക് നമ്മുടെ നാടൻ കിട്ടുമെന്നൊക്കെ അറിയാലോ അല്ലേ. ബാ, എനിക്ക് തോന്നുന്നു ഇവിടെ ഹീറയുടെ ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ ഫ്ലാറ്റാണ് ഹീറ ഹൈറ്റ്സ്. അവരുടെ പണിയൊക്കെ നടക്കുന്നതാണ്. പിന്നെ എനിക്ക് ഇതേ ഇമ്പീരിയൽ കിച്ചൻ്റെ കുറേ പെയിൻറ്റിങ്സ് അവർ വരച്ച് ഫ്ലെക്സ് ചെയ്തേക്കുന്നതാണ്. കൊള്ളാം. വിഭവ് ഓതൻറ്റിക്. നമ്മുടെ ഓരോ ഇന്ത്യൻ ഫുഡിനെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ബാക്കിയുള്ള എല്ലാം ഉണ്ട് കേട്ടോ. ചൈനീസ്, തായ് കുസൈൻ എല്ലാം ഉണ്ട്. എല്ലാം വരച്ച് കാണിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ചോദിക്കാം. കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈഫൈ ആണ്. എങ്കിലും ബാക്കിയുള്ള നമുക്ക് ഉള്ളിൽ പോയിട്ട് അറിയാം. ഹലോ അനസ്. അപ്പോൾ ഇതാണ് അനസ്. നമ്മുടെ അനസിൻ്റെയാണ് ഇമ്പീരിയൽ കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി ആണ്. എത്ര നാളായി നമ്മൾ ഇമ്പീരിയൽ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തിട്ട്? 15-ാം തീയതിയാണ് ഈ 15th. അപ്പോൾ റീസെൻ്റ്ലി എന്താ ഇങ്ങനെ ഒരു ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോട്ടലേറിയൻ എന്നുള്ള രീതിയിലോട്ട് വരാൻ താല്പര്യം? ഹോട്ടൽ തുടങ്ങി. ഞാൻ ആക്ച്വലി മറൈൻ എഞ്ചിനീയറാണ്. എഞ്ചിനീയർ എഞ്ചിനീയറാണല്ലേ? പറഞ്ഞോ, ബാക്കി പറഞ്ഞു. പിന്നെ ആക്ച്വലി ഞാൻ മാത്രമല്ല, എൻ്റെ ഫാദറുണ്ട്, എൻ്റെ ബ്രദറിനുണ്ട്, ഡെനിൽ സബാദ്. ഞങ്ങൾ 3 പേരോടെയാണ്. അതെ അതെ. അപ്പോൾ ആരാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങാം? ഇല്ല, എൻ്റെ ഫാദറിനെ എനിക്ക് തോന്നുന്ന ഒരു 30 years, എന്നെക്കാളും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ശബരിമലയിൽ കുറേ വർഷമായിട്ട് ഫുഡ് പാക്കറ്റ്സ് ഒക്കെ നമ്മളാണ് ചെയ്യുന്നത്. ഈ കാറ്റഗറി റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് ടൈമാണ്. പിന്നെ നമ്മൾ 2-3 ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. തൈക്കാട് നമ്മുടെ ഒരു ഓൺ ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പുളിമൂട്ടിൽ അങ്ങനെ ഡിസ്കഷൻ നടക്കുക. നല്ലൊരു പ്രോഗ്രസ്സിലാണ്. ഇവിടെ എന്താണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഡിസൈൻസ് എന്തൊക്കെയാണ്? ഞങ്ങൾ ആക്ച്വലി നമ്മളുടെ മനസ്സിലെ ആഗ്രഹം എന്താ വെച്ചാൽ, ഈ ട്രിവാൻഡ്രത്ത് ശരിക്കും ഒരു കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ എല്ലാം ഒന്നുകിൽ ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, കോണ്ടിനെൻ്റൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇറ്റാലിയൻ, അങ്ങനെ ഒരു എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ താജിൽ ചെന്നാലും പക്ഷേ കഴിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു താജ് പോലുള്ള ഹോട്ടൽസിലൊക്കെ പോവാന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും ഒരു പറ്റില്ല. അങ്ങനെ ഒരു എന്താ അവിടെ ചെന്നാൽ എന്താവും, അവിടെ റേറ്റ്സ് എങ്ങനെയായിരിക്കും. ഇപ്പോൾ നമ്മൾ മെനു കണ്ടാൽ അറിയാം. നമ്മളിൽ എല്ലാ ഡിഷസും ഉണ്ട്. ഐ മീൻ ഓവർ വേൾഡിലെ എല്ലാ ഡിഷസും ഇവിടെ വയ്ക്കുന്നത്. നമ്മളിപ്പം ഇറ്റാലിയൻ ഫുഡ് ഉണ്ട്, അതിന് സീസൺ ഗ്രിൽ എന്ന പേരിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ചൈനീസ് ഫുഡിന് നൂഷി എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, നൂഷി. പിന്നെ വിഭവ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഫുഡ് വരുന്നുണ്ട്. നാടൻ വരുന്ന ഇന്ത്യൻ ഫുഡിൽ നമ്മൾ കുട്ടനാടൻ കറികളും, പിന്നെ ഷാപ്പ് കറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അതെ അതെ വരുന്നുണ്ട്. അതില്ല നല്ല എരിവൊക്കെ. അതെ അതെ. പിന്നെ അതുപോലെ അറബിക്ക് നമ്മളൊരു, അതായത് ഇപ്പം ഈ ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നില്ല ഈ മുത്തബിൽ അല്ലെങ്കിൽ ഹമൂസ്, കുബൂസ് ഒന്നും അങ്ങനെ അധികം ഇല്ല, കിട്ടുന്നില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓവൻ ഇമ്പോർട്ട് ചെയ്യണം. ഇറ്റാലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു ഓവൻ ഉണ്ട്, ഹാൻഡ് മെയ്ഡ് ക്ലേ ഓവൻ ഉണ്ട്. അപ്പോൾ അതിലാണ് ഞങ്ങൾ തന്നെയാണ് കുബൂസ് ഉണ്ടാക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ്, അങ്ങനെ കുറേ വ്യത്യസ്തമായ കുറേ ശൈലികളും എല്ലാം ഉണ്ട്. ഇപ്പം റെസ്റ്റോറൻറ്റ്സിൻ്റെ ഇൻറ്റീരിയർ കണ്ടിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആംബിയൻസ് കണ്ടിട്ട് ഇതൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ചൈനീസ് ആണ് അങ്ങനെ തോന്നാൻ പാടില്ല. നമ്മുടെ ഷാപ്പ് കറിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാടൻ കറികളുണ്ട്, കപ്പ ബിരിയാണി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ എല്ലാ മെനുവിലും ഇപ്പം കസ്റ്റമറിന് ആവശ്യമുള്ളൊരു ഫുഡ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ കറികളെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെനുവിൽ തന്നെ കുമരകം ഫിഷ് കറി, കുട്ടനാടൻ കോഴിക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് മെനുവിൽ തന്നെ കുറേ സൗത്ത് ഇന്ത്യൻ ഫുഡ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എടുത്തു പറഞ്ഞ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫുഡ് നല്ല ടേസ്റ്റിൽ, നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും കൊടുക്കും അല്ലേ? അതെ. അപ്പോൾ ഈ കത്തി ഇത്രയും പോലെയായിരുന്നു ഇല്ല. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. തീർച്ചയായും അപ്പോൾ കിച്ചണിലേക്ക് പോകാം. ബാക്കി വിശേഷങ്ങൾക്ക് ആവും. എവിടെയാണ് എനിക്കറിയില്ല. അപ്പോൾ ഇതെന്ത് നമ്മുടെ
ഇതാണ് നമ്മളെ ലൈവ് കിച്ചൺ, അറബിക് ലൈവ് കിച്ചണാണ് ഇത്. അറബിക്കിൻ്റെ ഗ്രില്ലും ഈ കുബൂസ് ഉണ്ടാക്കുന്നതൊക്കെ ഇതിലാണ്. ഇതിലാണല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടഡ് ഓവൻ എന്ന് പറഞ്ഞില്ലേ, ഹാൻഡ് മെയ്ഡ് ക്ലേ ഓവൻ എന്ന് പറഞ്ഞില്ലേ, അതിൽ കുബൂസ് നമ്മൾ അതിലാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഗ്രിൽസിൻ്റെ ഏരിയ. അതെ. പിന്നെ ഈ ഒരു ലൈവ് ഡിസ്പ്ലേ നമ്മൾ കാണിക്കുന്നത്. ഫിഷ് ക്രാബൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഗ്രാം വെയിറ്റിലാണ് കസ്റ്റമറിനെ സെലക്ട് ചെയ്യാം ഫിഷിന്റെ ഏത് എങ്ങനെയാണ് വെയിറ്റ് അനുസരിച്ചിട്ടാണ് അതിന്റെ റേറ്റ്. അതെ അതെ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി അറബിക് കബാബ്സിന്റെ കബാബ്സ്. ഇത് നമ്മുടെ കൗണ്ടറാണ്, ഒരു ഓപ്പൺ കൗണ്ടർ ആണ് അല്ലേ ശരിക്കും? ആൾക്കാർക്ക് വന്നും കണ്ടും അറബിക് ഡിഷസ് കംപ്ലീറ്റ് ഈ ഏരിയയിലാണ് വരുന്നത്. അറബിക് ഫുഡ് ലൈവായിട്ട് കസ്റ്റമറിനെ കാണാൻ പറ്റുന്നുണ്ട് ഫിഷ് ചാനലെല്ലാം. ഓക്കെ, നമുക്ക് പോവാം. അവിടെ ഇവിടെ നമുക്ക് കിച്ചൺ കാണാം, വേണമെങ്കിൽ കിച്ചൺ കാണാം. ഇപ്പം നമ്മളുടെ ഫുഡ് പിക്കപ്പ് വരുന്നത് ഇവിടുന്നാണ് ഫുഡ് അവിടെ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ കിച്ചൺ അവിടെ തന്നെ ആയിരിക്കും. കിച്ചൺ അകത്താണ്. അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചണിലേക്ക് പതുക്കെ അങ്ങ് മൂവ് ചെയ്യാമല്ലോ. നമ്മുടെ കിച്ചണിലെ ഇത് അനീഷ് സൗത്ത് ഇന്ത്യൻ ഷെഫാണ്. സൗത്ത് ഇന്ത്യൻ, നമ്മുടെ നാടൻ്റെ ഷെഫ്. നാടൻ കാര്യങ്ങളെല്ലാം പുള്ളിയുടെ കയ്യിൽ നടക്കുന്നത്. ഓക്കെ അപ്പോൾ ഞങ്ങൾ ക്യാരി ചെയ്തോളാം. അപ്പോൾ നമുക്ക് കഴിക്കാൻ നേരത്ത് അവിടെ നിന്ന് കാണാം. താങ്ക് യു. അപ്പോൾ അനീഷേട്ടാ, നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോണെന്ന്? ഷാപ്പ് കറി, കരിമീൻ ഷാപ്പ് കറി. അപ്പോൾ അതെല്ലാം സ്റ്റാർട്ട് ചെയ്യല്ലേ? ആ